ഹലോ അസ്സലാമു അലൈക്കും. ഫസ്ലാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അയില കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എന്നും പറയുന്നത് പോലെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 5 അയില ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടിയെടുക്കാം. അതിനു വേണ്ടി 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഞാൻ മാറ്റി വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 3 സവാള അരിഞ്ഞത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും, ഒരു 12 ചുവന്നുള്ളിയും, ഒരു 7 പച്ചമുളക് അരിഞ്ഞതും, മല്ലിയിലയും വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇത് റെഡിയായിട്ടുണ്ട്. നന്നായിട്ടിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർക്കാം, ആ മസാല ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അതിനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയുള്ള റൈസ് നമുക്ക് റെഡിയാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് സാധാരണ നമ്മൾ ചോറ് തിളപ്പിച്ചെടുക്കുന്നത് പോലെ തിളപ്പിച്ചൂറ്റിയെടുത്തിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കറി മസാല കൂടിയൊക്കെ ഇട്ട് വേവിച്ചെടുത്ത റൈസാണിത്. ഇനി കുറച്ച് നെയ്യ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറി മസാല കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മീൻ മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്നത് ലോ ഫ്ലെയിമിൽ ഇട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അയില ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ മാർക്കറ്റിലേക്ക് നല്ല വിലക്കുറവിൽ കിട്ടുന്നൊരു മീനാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.